പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ബാരിക്കയുടെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ബാരിക 2 ദിവസമായിട്ട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചെയ്യൂ, നിങ്ങളൊന്ന് ചെയ്യൂ, എന്നിട്ട് വേണ്ടേ നമുക്ക് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാരിക്കയുടെ കാത്തിരുന്ന വീഡിയോ തന്നെ വന്നിട്ടുണ്ട്. ബാരിക്ക പറയുന്നത് നമ്മുടെ ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ശ്രീനാഥ് ശ്രീധരൻ എന്നുള്ള പേര് വെച്ചിരിക്കുന്നത്. അത് FIR അങ്ങനെയാണ് പേര് എന്നാണ്. എന്നാൽ FIR നോക്കി കഴിഞ്ഞാൽ നേരെ ഉരുട്ടിയാണ്. ശ്രീധരൻ ശ്രീന എന്ന് പറയുന്ന പേരാണ് അവിടെയുള്ളത്. എന്താണ് ബാരിക്ക, എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ന്യായീകരിക്കാൻ നോക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ FIR ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്താണ് പേര് വെച്ചിരുന്നത്? എല്ലാവരും അറിയുന്ന ശ്രീനാഥ് പ്രതാപൻ എന്നുള്ള പേര് തന്നെയല്ലേ അവിടെ വെച്ചിരുന്നത്. അപ്പോൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളെ അയ്യൂബ് പറയുന്ന പോലെ നമ്മുടെ എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൊണ്ടുവരാനാണ് നോക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലാതെ നേരാവണ്ണം കൊണ്ടുവരാനോ നമ്മൾ നേരാവണ്ണമില്ല ബിസിനസ്സോ ചെയ്തതല്ല. നമ്മൾ നിയമത്തിൻ്റെ ഏതെങ്കിലും ലൂപ്പ് ഹോൾസ് അവനെ 2-3 ദിവസമായിട്ട് കാണുന്നില്ല. എന്തായാലും അവൻ ഭയങ്കര ബിസിയാണ്. മറ്റേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് ടോൾ ഫ്രീ നമ്പറൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ 9 ഞെക്കുന്നവർക്ക് അവൻ ഏത് സമയവും അവൈലബിൾ ആവണമല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ബാരിക്ക പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബാരിക്ക ചില കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറേ മാസമായിട്ട് ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്തുകയാണ്, വളരെ ഭംഗിയായിട്ട് ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും ബാരിക്ക പറയുന്നു. അതുപോലെ തന്നെ ബാരിക്ക അതിനിടയ്ക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞത് പോസ്റ്റിൽ കയറുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടും എന്നുള്ളതാണ്. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരാണ് ഈ പോസ്റ്റിൽ കയറുന്നത്. ബാരിക്ക നമ്മൾ ഇപ്പോൾ ആ ലൈനിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ലെങ്കിൽ ആൾക്കാർ ഗ്ലൗസ് ഒന്നും ഇടില്ല ബാരിക്ക. അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇടുകയുള്ളൂ. അത് നമ്മളിപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുറ്റബോധം, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഇടാതെ നമ്മൾ ആ ഒരു പോസ്റ്റ് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്. അതിലേക്കൂടെ ഒരു കറണ്ട് ആ ഒരു FIR കൊണ്ട് ഒരു കാര്യമില്ല. ആ FIRൽ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് ഇപ്പം കഴിഞ്ഞ ഒരു സ്ത്രീ പീഡന കേസ് നവീൻ പോളിക്കെതിരെ വന്നിട്ടപ്പോൾ നവീൻ പോളി അതിനെ നല്ല രീതിയിൽ അതിനെ നേരിട്ടു അല്ലേ. മറ്റുള്ളവരെ പോലെ മുൻകൂർ ജാമ്യം എടുക്കാനോ ഒന്നും നിന്നില്ല. മുൻകൂർ ജാമ്യം അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി അതിലെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി അദ്ദേഹം അതിൽ നിന്ന് ലാസ്റ്റ് പെൺകുട്ടി തന്നെ പറഞ്ഞു അത് എനിക്ക് വ്യക്തതയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഒരാൾ പോസ്റ്റ് കയറുമ്പോൾ ഗ്ലൗസ് ഇടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു അപകടമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പോസ്റ്റുമിൽ കയറുക. അല്ലാതെ വെറും ലൈന് മാത്രമാണ്, അതിലൂടെ കറണ്ടൊന്നും പാസ് ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ അതിന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കയറുന്നതാണെങ്കിൽ നമ്മൾ ഗ്ലൗസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ബാരിക്കയുടെ ഈ എക്സാമ്പിൾ എല്ലാവർക്കും ബാരിക്ക ഇങ്ങനെയാണ്. ബാരിക്ക പണ്ടൊക്കെ പറഞ്ഞിരുന്നത് മദ്യം കുടിക്കുന്നവർക്ക് മദ്യം നല്ലതായിരിക്കും, മദ്യം കുടിക്കാത്തവർക്ക് മദ്യം മോശമായിരിക്കും എന്നുള്ള എക്സാമ്പിളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എക്സാമ്പിളാണ് ബാരിക്ക നമുക്ക് നല്ലത്. എന്തിനാണ് ഈ കറണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും വളരെ കാര്യമായിട്ട് അറിയാം. മദ്യം കുടിക്കുന്നവർക്ക് മദ്യം നല്ലതാണ്, മദ്യം കുടിക്കാത്തവർക്ക് മദ്യം മോശമായിരിക്കും. മണി ചെയിൻ ചെയ്യുന്നവർക്ക് മണി ചെയിൻ നല്ലതാണ്, മണി ചെയിൻ ചെയ്യാത്തവർക്ക് അത് അവർ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് എന്നുള്ള കാര്യമായിരിക്കും മണി ചെയിൻ ചെയ്യാത്തവർക്ക് പറയാനുണ്ടാവുക. അപ്പോൾ ബാരിക്ക ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബാരിക്ക പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ കേസ് കൊടുത്തുകൊള്ളൂ എന്ന് ബാരിക്ക തന്നെ അവസാനം പറയുന്നു. ബാരിക്ക പറയുന്നത് നിങ്ങൾ പോലീസിനോട് ചോദിക്കുക, അല്ലെങ്കിൽ FIR ഇട്ടവരോട് ചോദിക്കുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾക്ക് പൈസ കിട്ടിയോ അല്ലെങ്കിൽ പൈസ കിട്ടുമോ എന്നും കൂടി ചോദിക്കണം. പൈസ കിട്ടിയോ എന്നും ചോദിക്കണം, പൈസ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നും ചോദിക്കണം. അപ്പോൾ പൈസ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളെങ്കിൽ നിങ്ങളുടെ FIR ഇട്ടോളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാരിക്ക
വെരി ഗുഡ് ബാലിക. ഇങ്ങനെ തന്നെ ആയിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാലികയ്ക്ക് ഒരുപാട് പൈസ നഷ്ടമാണ്. ഈ ബിസിനസ്സിൽ നിന്ന് ബാലികയ്ക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ബാലിക നമ്മുടെ പണ്ടത്തെ ചായപ്പൊടിയും പുതപ്പൊക്കെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയ ആളാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ്, ബാലിക പിന്നെ അതിലെ പൈസ അങ്ങനെ തന്നെ ഇട്ട് പിന്നെ ലാസ്റ്റ് OTT എടുത്ത് OTT പോയി. ഇതാണ്. അപ്പോൾ ഉണ്ടാക്കിയ പൈസയൊക്കെ ആ ഹയർച്ചിൽ തന്നെ ഇട്ട് ആ ഹയർച്ചിൽ അവസാനം പൂട്ടി പോവുകയാണ് ഉണ്ടായത്. അത് പിന്നെ കുറേ കുടുംബക്കാരെയും ബാലിക ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷമങ്ങളാണ് ബാലികയ്ക്കുള്ളത്. കുടുംബക്കാർക്കുള്ള പൈസയൊക്കെ ബാലിക സ്വന്തം നിലയ്ക്ക് ബിസിനസ് നടത്തി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ബാലികയുടെ ആ ഒരു ശുദ്ധിയാണ്, ബാലികയുടെ നല്ല മനസ്സാണ് അതൊക്കെ കാണിക്കുന്നത്. ബാലികയെ കുറിച്ച് എനിക്ക് വളരെ ബഹുമാനം മാത്രമേ ഉള്ളൂ. ബാലിക മണിക്കൂറുകളോളം ഈ കമ്പനിയെ ന്യായീകരിച്ചുകൊണ്ട്, കമ്പനി എതിർത്തുകൊണ്ടല്ല, കമ്പനിയെ ന്യായീകരിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഇവരുടെ വിഷനും കിഷനും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ബാലിക സംസാരിക്കാൻ റെഡിയാണ്. അല്ലാതെ നീ നെഗറ്റീവ് അല്ലടാ, നീ മറ്റേ കണ്ണാടി അല്ലടാ, നീ മറ്റേ മഞ്ഞത്തലയല്ലടാ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാതിരിക്കുന്ന കാര്യമല്ല. ബാലിക ചിലപ്പോൾ ബാലിക ഇങ്ങോട്ട് വിളിക്കും, ചിലപ്പോൾ ബാലിക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കോടതിയിൽ ആദ്യം എനിക്ക് വിവരം തന്നത് ബാലികയായിരുന്നു. അപ്പോൾ ഇത് കരുതി നിങ്ങൾ ബാലികയെ നെഗറ്റീവ് ആക്കാനൊന്നും നിൽക്കണ്ട. ബാലിക അങ്ങനെയാണ്. അപ്പോൾ ഇനി പറയാനുള്ളത്, പൈസ നഷ്ടപ്പെട്ടവർക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് FIR ഇടുക എന്നുള്ളതും, രണ്ടാമത് ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ മൊഴി കൊടുക്കുക എന്നുള്ളതാണ്. ക്ലെയിം പെറ്റീഷൻ FIR ഇട്ടവർക്ക് ഡയറക്റ്റ് നമുക്ക് ജില്ലാ കളക്ടറുടെ മുമ്പാകെ ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ FIR ഇടാത്തവർക്ക്, പണം നഷ്ടപ്പെട്ടവർക്ക് ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ മൊഴി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് കണ്ണൂരിൽ നിന്ന് ഒരു 5 ലക്ഷം നഷ്ടപ്പെട്ട വ്യക്തി ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെറിയ പൈസ ആയിക്കോട്ടെ വലിയ പൈസ ആയിക്കോട്ടെ, നിങ്ങൾ ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ മൊഴി കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ഭാവിയിൽ ഈ പൈസ തിരികെ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലാത്തവർക്ക് ശ്രീനയുടെ, പാവപ്പെട്ട ശ്രീനയുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് സംഭാവന കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കരുതാമെന്നതാണ്. ബൈ. അപ്പോൾ ഇനി പറയാനുള്ളത്, പിന്നെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിധി 30-ാം തീയതി ഉണ്ടാവാൻ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ബൈ.